ഹായ്, വെൽക്കം ടു another വീഡിയോ. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് എന്തായിരുന്നു? SSLC മാത്സ് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. സമാന്തര ശ്രേണികൾ മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തന്നെ അതിൽ കാണാനും അതിൽ ക്വിസുകളും കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അധികം ടൈം കളയുന്നില്ല, നമ്മൾ നേരെ ചോദ്യങ്ങളിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്സ്. ഓക്കെ, നമുക്ക് ഈ ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും. ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുട്ടാ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ത്രികോണങ്ങളാണ്. അപ്പൊ നോക്കിക്കേ, പൊട്ടുകൾ അടക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ത്രികോണം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ത്രികോണം എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ത്രികോണം ഇതാണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇത് പൊട്ടുകൾ അടക്കി വെച്ചിട്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടുകൾ അടക്കി വെച്ചിട്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഇവിടെ ഒരു പൊട്ട്, രണ്ടാമത്തെ പൊട്ട്, മൂന്നാമത്തെ പൊട്ട്, ഇതൊരു ത്രികോണം പോലെയല്ലേ ഇരിക്കുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇതൊരു ത്രികോണം പോലെയല്ലേ ഇരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ പൊട്ടുകൾ അടക്കിയിട്ട് നമുക്ക് ത്രികോണങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊട്ടുകൾ അടക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. ഓക്കെ, സിമ്പിൾ ആണ്. നോക്കിക്കേ, ഒന്നാമത്തെ ത്രികോണം. ഓക്കെ, ഒന്നാമത്തെ ത്രികോണം എന്ന് പറഞ്ഞാൽ പൊട്ടുകൾ അടക്കി വെച്ചിട്ട് ത്രികോണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ത്രികോണത്തിൽ എത്ര പൊട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്? അപ്പൊ നോക്കിക്കേ, 1, 2, 3 3 പൊട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തെ ത്രികോണത്തിൽ 3 പൊട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ത്രികോണത്തിൽ 1, 2, 3, 4, 5, 6 പൊട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിനെന്തോ ഒരു സീക്വൻസ് ഉണ്ട്, എന്തോ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടില്ല. നമുക്കൊന്ന് പറയാം. ഒന്നാമത്തെ ത്രികോണം ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കാം. ഒന്നാമത്തെ ത്രികോണത്തിൽ നോക്കിക്കേ, എത്ര പൊട്ടുകളുണ്ട്? 3 പൊട്ടുകളുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ത്രികോണത്തിൽ നോക്കിക്കേ, എത്ര പൊട്ടുകളുണ്ട്? നോക്കിക്കേ, 1, 2, 3, 4, 5, 6. അടുത്ത ത്രികോണത്തിലോ ഇങ്ങനെയായിരിക്കും അല്ലെ? അപ്പൊ ഇങ്ങനെ തുടർന്ന് പോകുന്ന ത്രികോണങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. ഓരോ ത്രികോണത്തിലുള്ള പൊട്ടുകൾ. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ ത്രികോണത്തില് 1, 2, 3 പൊട്ടുകളാണുള്ളത്. രണ്ടാമത്തെ ത്രികോണത്തിൽ 1, 2, 3, 4, 5, 6 പൊട്ടുകളാണുള്ളത്. അടുത്ത ത്രികോണത്തിലോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പൊട്ടുകളാണുള്ളത്. ഇതാണ് എഴുതാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. തുടർന്ന് ഇതേപോലെ തന്നെ 3 ത്രികോണങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര പൊട്ടുകൾ വേണ്ടി വരും എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ 3 എന്ന് പറയുന്നത് നോക്കിക്കേ, 1 + 2 ഇതാണ് ആദ്യത്തേത്. അടുത്തത് നോക്കിക്കേ, 1 + 2 + 3 അല്ലെ? അതായത് 3 എന്ന് പറയുന്നത് 1 + 2 ഓക്കെ, 1 + 2 രണ്ടും 1 കൂട്ടിക്കഴിഞ്ഞാൽ 3. അടുത്തല്ലോ 1 + 2 + 3 കൂട്ടിക്കഴിഞ്ഞാലാണ് 6 കിട്ടുന്നത്. 1 + 2 + 3. അടുത്തത് എങ്ങനെ 10 കിട്ടിയേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, 1 + 2 + 3 + 4 കൂട്ടിയപ്പോഴാ 10 ആണോ? 1 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 3 ആയി. 3ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 6, 6ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 10. ഓക്കെ, ഇനി അടുത്തത് എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം, 1 + 2 + 3 + 4 + 5. അപ്പൊ 2 3 3 + 3 6 6 + 4 10 10 + 5 15. ഓക്കെ, അടുത്തതിൽ എത്ര വേണ്ടി വരും? 15 പൊട്ടുകൾ വേണ്ടി വരും. ഇനി അടുത്തതോ എഗെയിൻ നിങ്ങൾക്ക് എഴുതാം, 1 + 2 + 3 + 4 + 5 + 6. ഓക്കെ, എത്ര എണ്ണം വേണ്ടി വരും നോക്കിക്കേ, 1 + 2 3 6 10 15 21 പൊട്ടുകൾ വേണ്ടി വരും. അടുത്തതിലോ? അടുത്തതിൽ എന്ത് പറയും? 1 + 2 + 3 + 4 + 5 + 6 + 7 പൊട്ടുകൾ വേണ്ടി വരും. അതായത് 1 + 2 3 3 + 3 6 6 + 4 10 10 + 5 15 15 + 6 21 21 + 7 28. ഓക്കെ, തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം. ഒന്നാമത്തേൽ 3, അടുത്തതിൽ 6, അടുത്തതിൽ 10, അടുത്തതിൽ 15, അടുത്തതിൽ 21, അടുത്തതിൽ 28. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ,
സമഭുജ ത്രികോണം. അപ്പൊ ആദ്യം സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. എല്ലാ വശങ്ങളും, എല്ലാ ആംഗിളുകളും, എല്ലാ കോണുകളും, എല്ലാ വശങ്ങളും തുല്യമാണെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ സൈഡുകളും എല്ലാ കോണുകളും തുല്യമാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. അടുത്ത സമചതുരം. സമചതുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ചതുരം, സമചതുരം, സ്ക്വയർ എന്ന് പറയുന്നു. ഓക്കെ. ഇനി അടുത്ത സമപഞ്ചഭുജം. ഓക്കെ, അതിന് നമ്മൾ പറയാം റെഗുലർ പെന്റഗൺ എന്ന് പറയാം. റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള, എല്ലാ കോണുകളും തുല്യമായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സമപഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ. ഓക്കെ. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും, റെഗുലർ ഹെക്സഗൺ ആയിരിക്കും. ഓക്കെ, 6 വശങ്ങളുള്ള 6 ആംഗിളുകളും തുല്യമായിട്ടുള്ളതിനെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വരച്ചു വെക്കാം. അപ്പൊ ആദ്യം നമുക്കതൊന്ന് വരച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് വശങ്ങളുടെ എണ്ണം കാണണം, അകക്കോണുകളുടെ തുക കാണണം, പുറക്കോണുകളുടെ തുക, ഇതൊക്കെയാണ് നമുക്ക് കാണണ്ടേ. നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് വശങ്ങളുടെ എണ്ണമാണ്. ഓക്കെ, നമുക്കിതൊന്ന് കോപ്പി എടുക്കാം. ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് കാണുന്നത്. ഓക്കെ, നോക്കിക്കേ, വശങ്ങളുടെ എണ്ണം നമുക്കറിയാം. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. ഇനി ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? സമചതുരത്തിന്, സ്ക്വയറിന് 4 വശങ്ങളുണ്ട്. ഓക്കെ, അത് എഴുതിയിട്ടുണ്ട്. ഇനിയോ പഞ്ചഭുജം ആണെന്നുണ്ടെങ്കിലോ, ഓക്കെ, പെൻറ്റഗൺ ആണെന്നുണ്ടെങ്കിലോ 5 ആണ്, ഹെക്സഗൺ ആണെങ്കിലോ 6 ആണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും 3, 4, 5, 6 എക്സെട്ര ഇതിങ്ങനെ പോകും. 7 വശങ്ങൾ, 8 വശങ്ങൾ, 9 വശങ്ങൾ, 10 വശങ്ങൾ എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു സംഭവം, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇലുസ്ട്രേഷൻ, അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും, ത്രികോണമായിരിക്കും. 3 വശങ്ങളിലെ 2 വശങ്ങൾ വെച്ച് വരയ്ക്കാൻ പറ്റുമോ? 2 വശങ്ങളിൽ വെച്ച് വരയ്ക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള പിക്ചർ ആവുന്നുണ്ടോ? ഇല്ല. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പിക്ചർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്ത് വേണം, 3 വശങ്ങൾ ഉണ്ടാവണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് 4 വശങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഫിഗേഴ്സ് ഞാനൊന്ന് വരച്ചു വെക്കാം. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ത്രികോണം. ഓക്കെ, ത്രികോണം 60, 60, 60. യെസ്, ത്രികോണം വരച്ചു വെച്ചു. പിന്നെ വേണ്ടത് നമുക്ക് എന്താണ്, സമചതുരം പറയുമ്പോൾ എല്ലാതും ഒരേപോലെ ആയിരിക്കണം, എല്ലാ വശങ്ങളും തുല്യമായിരിക്കണം. അതുപോലെ തന്നെ പഞ്ചഭുജം. ഓക്കെ, സമപഞ്ചഭുജം മനസ്സിലായല്ലോ. സമപഞ്ചഭുജം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഷഡ്ഭുജം, 6 സൈഡുള്ളത്, 6 വശങ്ങളുള്ളത്, ഹെക്സഗൺ. ഇത്രയും വരച്ചു വെച്ചു. വശങ്ങളുടെ എണ്ണം ത്രികോണത്തിനാണെങ്കിൽ വശങ്ങളുടെ എണ്ണം എത്രയാണ്? ത്രികോണം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, 3 കോണുകൾ, 3 കോണുകളാണ്. എത്ര വശങ്ങളുണ്ട്? ഒന്നാമത്തെ വശം, രണ്ടാമത്തെ വശം, മൂന്നാമത്തെ വശം. സോ നമ്മൾ എഴുതി 3 എന്ന് എഴുതി. സമചതുരത്തിനോ 1, 2, 3, 4 വശങ്ങൾ. ഇനി സമപഞ്ചഭുജത്തിനോ 1, 2, 3, 4, 5. അടുത്തതിനോ 1, 2, 3, 4, 5, 6. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ള 3, 4, 5, 6 എന്ന് എഴുതിയിട്ടുള്ളത്. കണ്ടോ, 3, ഇതിന് 3 ഉണ്ട്, ഇതിന് 4 വശങ്ങളുണ്ട്, ഇതിന് 5 വശങ്ങളുണ്ട്, ഇതിന് 6 വശങ്ങളുണ്ട്. ഇതാണ് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അതാണ് ഒന്നാമത്തെ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ കാണേണ്ടത് അകക്കോണുകളുടെ തുക. ഈ കോണുകളൊക്കെ എത്രയായിരിക്കും? ഇതെല്ലാം തുല്യമായിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി, ഏതെങ്കിലും ഒരു ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി, ബാക്കിയൊക്കെ തുല്യമാണ്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഇതൊക്കെ എത്രയാണ്? ഓക്കെ, ഇത് എത്രയാണ്? ഓക്കെ, അതും എത്രയാണ്? ഈ ആംഗിളുകൾ കണ്ടുപിടിക്കണം. അതാണ് അതിന്റെ സീക്വൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ശ്രേണിയാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, ഒരു കാര്യം നിങ്ങൾക്കറിയാം, സമഭുജ ത്രികോണമാണെങ്കിൽ ഓരോ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇതും 60 ഡിഗ്രി ആയിരിക്കും. ഇനി ചതുരമാണെങ്കിലോ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇത് എത്ര ഡിഗ്രി ഉണ്ടാവും? 90 ഡിഗ്രിയാ, ഇതും 90 ഡിഗ്രിയാ, ഇതും 90 ഡിഗ്രിയാ, ഇതും 90 ഡിഗ്രിയാ. പക്ഷെ ഇതെങ്ങനെയാ മനസ്സിലാക്കുക? ഓക്കെ, സോ അത് കാണാനായിട്ട് ഒരു ഈക്വേഷൻ ഉണ്ട്. നമുക്ക് ആ ഈക്വേഷൻ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈക്വേഷൻ ആണ്, നമ്മൾ ഒന്ന് എഴുതാം. സം ഓഫ് ഇന്നർ angles, sum of inner angles n minus 2 into 180. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ത്രികോണത്തിന്റെ പറയാം. സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ മലയാളം കൂടി നോക്കി വെച്ചോളൂ കേട്ടോ. അകക്കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്ര കോണുകൾ ഉണ്ടോ അതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളതാണ് അകക്കോണുകളുടെ തുക. സം ഓഫ് ഇന്നർ ആംഗിൾസ് is equal to n minus 2 into
180. ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻറ്റു എന്നുള്ളതാണെന്ന് കൂടി മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അകക്കോണുകളുടെ തുക n-2 × 180. അപ്പൊ നമുക്ക് ആദ്യം ത്രികോണത്തിന്റെ ചെയ്യാം. ഇത് നമുക്ക് അറിയാലോ, ഇത് മനസ്സിലായല്ലോ, ഇത് ക്ലിയർ ആണല്ലോ. സം ഓഫ് ഇന്നർ ആംഗിൾസ് n-2 × 180 നോട്ടിരിക്കട്ടെ. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ത്രികോണത്തിന്റെ ഓരോന്നിനും ചെയ്യാം. ഇതിന്റെയൊക്കെ ത്രികോണം ഓക്കെ ഞാനോട് ഒന്ന് വരച്ച് വെക്കാം. ഫസ്റ്റ് ത്രികോണത്തിൻ്റെത് ത്രികോണം. ഓക്കെ, ത്രികോണം. പിന്നെന്താ വേണ്ടേ? പിന്നെ നമുക്ക് ചതുരം, സമചതുരം, സമചതുരം. ഓക്കെ, പിന്നെന്ത് വേണം? സമപഞ്ചഭുജം, ദാറ്റ് ഈസ് പെന്റഗൺ, സമപഞ്ചഭുജം. ഓക്കെ, സമഷഡ്ഭുജം, 6 വശങ്ങളുള്ളത് സമഷഡ്ഭുജം. ഈ ഷഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സാൻസ്ക്രിറ്റ് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ സം ഓഫ് ഇന്നർ ആംഗിൾസ് n-2 × 180 അല്ലേ? നമുക്കറിയാം n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശങ്ങളുടെ എണ്ണ. ഇവിടെ എത്ര വശങ്ങളുണ്ട് ത്രികോണത്തിന്? ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാലോ. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. ഓക്കെ, സോ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എഴുതി നോക്കിക്കേ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. വശങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയാം? നമ്പർ ഓഫ് സൈഡ്സ്. എത്ര നമ്പർ ഉണ്ട് നോക്കിക്കേ. ത്രികോണത്തിന് 3 എണ്ണം. സോ നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? 3 - 2 × 180. 3 - 2 × 180. 3 - 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 അല്ലേ? സോ 1 × 180. 1 × 180 = എത്രയാണ്? 1 × 180. ഇത് ഇക്വേഷൻ അവിടെ എടുക്കട്ടെ. ഓക്കെ, 1 × 180 എത്രയാ? നമുക്കറിയാം 1 × 180 180 തന്നെയാണ്. അതായത് ഒരു ത്രികോണത്തിന്റെ ഉള്ളിലുള്ള എല്ലാ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ആയിരിക്കും. എന്താ ഇക്വേഷൻ? n-2 × 180 എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? വശങ്ങളുടെ എണ്ണം. ഇനി അടുത്ത് നോക്കിക്കേ, ഇതിൽ എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട്. സോ എഴുതാം 4 - 2 180 is equal to 4 - 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2 × 180. 2 × 180 എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കാം. നമുക്ക് ഉത്തരം കിട്ടുന്നത് 360 കിട്ടും. ഓക്കെ, അതായത് സമചതുരം എടുത്തു കഴിഞ്ഞാൽ, സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ 4 ആംഗിൾ ഉണ്ടല്ലോ. ഈ 4 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 360 കിട്ടും. ഇനി സമപഞ്ചഭുജം എത്ര വശങ്ങളുണ്ട്? 5 വശങ്ങളുണ്ട്. സോ 5 - 2 × 180. 5 - 2 × 180 is equal to 5-ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 3 ആണ്. 3 × 180. സോ വിൽ ബി 540 കിട്ടും. ഇൻഡ്യൂ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ചുമ്മാ ഇൻഡ്യൂ ചെയ്ത് നോക്കിക്കോ. അടുത്തത് 6 വശങ്ങളാണ്. സോ 6 - 2 × 180. 6 - 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 180. 4 × 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 720 ആണ്. 720. സോ എത്ര കിട്ടി നമുക്ക്? 180, 360, 540, 720. ഇങ്ങനെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. ഓക്കെ, സോ നമുക്ക് അതിൽ എഴുതി വെക്കാമല്ലോ. ഓക്കെ, ഇതിൽ ചോദിച്ചിട്ടുള്ള നമുക്ക് എഴുതി വെക്കാം. എത്രയൊക്കെ കിട്ടി? അകക്കോണുകളുടെ തുക 180 കിട്ടി. 180. പിന്നെ അടുത്ത എത്ര കിട്ടി? 360. അടുത്ത എത്ര കിട്ടി? 540. അടുത്തതോ 720 കിട്ടിയല്ലോ. അത് എഴുതി വെച്ചു. പുറം കോണുകളുടെ തുക, എപ്പോഴും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360. ഏതാണെങ്കിലും 360 ആണ് കേട്ടോ. ഏതാണെങ്കിലും 360. ഓക്കെ, എല്ലാത്തിനും 360. അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഇനി ഒരു അകക്കോണിന്റെ അളവ് കേട്ടോ. ഒരു അകക്കോണിന്റെ അളവ് ഒരെണ്ണം. ഓക്കെ, നമ്മൾ ആകെ അകക്കോണുകൾ കണ്ടുപിടിച്ചു ഇല്ലേ? ആകെ അകക്കോണുകൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ 180 കണ്ടുപിടിച്ചല്ലേ? ഓക്കെ, സോ ഇവിടെ ഒന്ന് എഴുതാം. ആകെ അകക്കോണുകൾ കണ്ടുപിടിച്ചു. അകക്കോണുകളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു അകക്കോണ്. ഓക്കെ, ഒരു അകക്കോണ് എഴുതണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലൈൻ വരച്ചൊക്കെ ഓക്കെ, ഒന്ന് ലൈൻ വരച്ച് ഇവിടെ ചെയ്യാം. ഒരകക്കോണ് കേട്ടോ. ഒരു അകക്കോൺ ഒരു അകക്കോൺ അല്ലെങ്കിൽ എന്താ നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? 1 ഇന്നർ ആംഗിൾ.
വൺ ഇന്നർ ആംഗിൾ. ഒരു അകക്കോൺ എത്രയായിരിക്കും? അത് കാണാനായിട്ട് നമുക്ക് എന്ത് ഇക്വേഷൻ എന്താ പറയാ? ഒരു അകക്കോൺ കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. ഓൾറെഡി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? തുക കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, സം ഉണ്ടല്ലോ. സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഇന്നർ ആംഗിൾസ് divided by number of sides. Sum of inner angles divided by number of sides. Okay, നമുക്ക് എത്ര കിട്ടി? ത്രികോണത്തിന്റെ എത്ര കിട്ടിയിട്ടുള്ള? 150 അല്ലേ? 150 അല്ലേ? ഞാനതൊന്ന് ചെറുതാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു അകക്കോണിൻ്റെതാണ് കാണുന്നത്. ഒരകക്കോണിൻ്റെത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണ്. ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ആകെ തുകയാണ് കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി ഒരകക്കോണിന്റെ കാണാം. നമുക്ക് 180 അല്ലേ? 180 എത്ര വശങ്ങളുണ്ടെന്ന് അറിയാം? 3 വശങ്ങളാണ്. ഓക്കെ, ഹരിച്ചു നോക്കാം. ഹരിക്കാൻ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? ഹരിക്കാൻ അറിയുന്നതാണല്ലോ. ഹരിച്ചു നോക്കാം. അപ്പൊ ഞാനിപ്പോൾ സിംപ്ലി ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. 18 3 6 പ്രാവശ്യം പോകും. ഈ 0 മേലെ കിട്ടും. സോ 60. ഏതിന്റെ കിട്ടി നമുക്ക്? ത്രികോണത്തിൻ്റെത് എത്ര കിട്ടി നമുക്ക്? 60 കിട്ടി. ത്രികോണത്തിൻ്റെത് എത്ര കിട്ടി? ത്രികോണത്തിൻ്റെത് 60 കിട്ടി. ഓക്കെ, ത്രികോണത്തിന്റെ എത്ര കിട്ടി? ത്രികോണത്തിന്റെ 60 കിട്ടി. ക്ലിയർ ആണല്ലോ? ത്രികോണത്തിന്റെ 60 കിട്ടി. ഇനി നമുക്ക് ചതുരത്തിന്റെ കാണാം. എത്ര കിട്ടിയിട്ടുള്ളത് നമുക്ക്? 360 അല്ലേ? 360 എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട്. 360 ഡിവൈഡ് ബൈ 4. ഓക്കെ, എത്രയാണ്? ഒരു 9 9 2 9 18 3 9 27 4 9 36. 9 പോയി 0 മേലേക്ക് ഇട്ട് 90 കിട്ടി. അതാണ് നമ്മുടെ എന്തിൻ്റെത്? നമ്മുടെ ചതുരത്തിന്റെ വരുന്നത്. സമചതുരത്തിന്റെ ഓരോ ഇന്നർ ആംഗിൾ കേട്ടോ. ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? ഇത് 60 ആണെന്ന് കിട്ടി. അത് 60 ആണെങ്കിൽ എല്ലാതും 60 തന്നെയാണ് കേട്ടോ. ഇതിൻ്റെത് കിട്ടി. ഇത് എത്രയാന്ന് കിട്ടി? 90 കിട്ടി. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാതും 90 തന്നെയാണ്. ഓക്കെ, അടുത്ത നമുക്ക് പഞ്ചഭുജം അത് ചെയ്യാം. എത്ര നമുക്ക് കിട്ടിയിട്ടുള്ള? 540 അല്ലേ? സോ 540 540. എത്ര വശങ്ങളുണ്ട്? 5 വശങ്ങളുണ്ട്. 5 ൽ 5 ഒരു പ്രാവശ്യം. 40 ൽ 5 8 പ്രാവശ്യം. ഓക്കെ, സോ 108 കിട്ടും. 108. ഇത് ചെയ്തതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിക്കേ, ഡിവിഷൻ ഈ രീതിയിലൊക്കെ ചെയ്യാട്ടോ. നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് ശീലിക്കാം. ഓക്കെ, നോക്കിക്കോളൂ. 540 അല്ലേ? സോ ഞാൻ എഴുതി 540 ഡിവൈഡഡ് ബൈ 5. ആദ്യം നോക്കേണ്ടത് ഈ 5 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവും. 4 പോവോ? പോവില്ല. അപ്പൊ 0 കിട്ടും. അപ്പൊ 40 എടുത്തു. 40 എത്ര പ്രാവശ്യം പോവും? 8 പ്രാവശ്യം പോവും. ഓക്കെ, 108. സോ നമുക്ക് ഇവിടെ കിട്ടി 108 കിട്ടി. അത് ആരുടേതാ 108 എന്ന് പറയുന്നത്? 108 എന്ന് പറയുന്നത് ആരുതാ? 108 കിട്ടി. ഓക്കെ, 108 എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെത് 108 കിട്ടി. ഓക്കെ, ഇനി അടുത്ത എത്ര പറഞ്ഞിട്ടുള്ളത്? 720 അല്ലേ? സോ 720 ഡിവൈഡഡ് ബൈ 6. 720 ഡിവൈഡ് ബൈ 6. 6 വശങ്ങളാണല്ലോ. 720 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 72. എത്രയാ ഇൻറ്റു കിട്ടുക? ഇങ്ങനെ നോക്കാലോ. 7 ൽ 6 ഒരു പ്രാവശ്യം, ബാക്കി 1 ഉണ്ട്. സോ ഇവിടെ 12. 12 2 പ്രാവശ്യം, 0 മേലോട്ട് ഇട്ടു. 120 കിട്ടും. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഒരു ഇന്നർ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അതായത് അകക്കോണുകളുടെ തുക കണ്ടുപിടിച്ചു. ഒരു അകക്കോൺ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ്? 60 90 108 120. ഓക്കെ, എഴുതി വെക്കാം. 60 90 60 90 108 120. ഓക്കെ, ഇനി ഒരു ചോദ്യം. ഒരു പുറംകോണിന്റെ അളവ് നമ്മൾ പറഞ്ഞു. എല്ലാ പുറംകോണുകളെല്ലാം എത്രയാന്ന് പറഞ്ഞു? 360 കൊടുത്തിട്ടുണ്ട്. പുറംകോണുകളുടെ തുക കൊടുത്തിട്ടുള്ളത് 360. അങ്ങനെയാണെങ്കിൽ ഒരു പുറംകോണിന്റെ അളവ് എത്രയാന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഒരു പുറംകോണിന്റെ അളവ്. ഓക്കെ, ഒരു പുറംകോണിന്റെ അളവ് കാണാനായിട്ട് നമുക്ക് ഒരു പുറംകോണിന്റെ അളവ് കാണാലോ. ഒരു പുറംകോണിന്റെ അളവ് നമുക്കിവിടെ ചെയ്യാം. ഓക്കെ, ഈക്വേഷൻ പറയണോ? ഈക്വേഷൻ ഞാൻ എഴുതി തരാം. ഓക്കെ, ഒരു പുറംകോണ് കേട്ടോ. ഒരു പുറംകോണ് കാണാനായിട്ട് ഒരു പുറംകോൺ
ഇസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം. വശങ്ങളുടെ എണ്ണം. ത്രികോണത്തിന് 3 വശങ്ങൾ, സമചതുരത്തിന് 4 വശങ്ങൾ, പഞ്ചഭുജത്തിന് 5 വശങ്ങൾ, അതുപോലെ തന്നെ ഷഡ്ഭുജത്തിന് 6 വശങ്ങൾ. ഓക്കെ, ഓരോന്നായിട്ട് ചെയ്യാം. അത് എത്രയാണ് തന്നിട്ടുള്ളത്? നമുക്ക് 360 നമുക്ക് അറിയാം. എല്ലാത്തിന്റെയും തുക വന്നിട്ട് 360 ആണ് കേട്ടോ. 360 ഡിവൈഡഡ് ബൈ 3. 3 3 ഒരു പ്രാവശ്യം, 6 2 പ്രാവശ്യം, 0 നേരം മേലോട്ട് ഇട്ടു 120. ഓക്കെ, സോ ഇതിന് എത്ര കിട്ടി? നമുക്ക് 120 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി പോവാം. 120 കിട്ടി. ഓക്കെ, രണ്ടാമത്തത്. ഇനി അടുത്ത് നമ്മൾ സമചതുരത്തിനാണ് നോക്കാൻ പോകുന്നത്. സമചതുരത്തിന് എത്രയാണ്? 360 തന്നെയാണ്. 360 വശങ്ങളാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. 4 വശങ്ങൾ. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 360 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്ന സമയത്ത് എത്രയാ വരിക? 9 അല്ലേ? 36 4 9 പ്രാവശ്യം പോകും. 9 പ്രാവശ്യം പോകും. 90 കയറ്റി കിട്ടും. സോ 90 കിട്ടും ഉത്തരം. 90. ഇവിടെ നമുക്ക് 120 കിട്ടി. ഇവിടെ 90 കിട്ടും. സോ എഴുതി വയ്ക്കാം 90. 120 90. അടുത്തത് അപ്പൊ അത് കുറഞ്ഞു വരികയാണ്. നമുക്ക് നോക്കാം അടുത്ത് എത്ര കിട്ടും നോക്കാം. അടുത്തത് 360 ഡിവൈഡഡ് ബൈ 5. 360 ഡിവൈഡഡ് ബൈ 5. 36 6 5 30 7 5 35. ബാക്കി 1 10 2 പ്രാവശ്യം. ഓക്കെ, 72 കിട്ടും. ഹരിക്കുന്നത് നിങ്ങൾ ഹരിച്ച് നോക്കിക്കോളൂ കേട്ടോ. 72 കിട്ടും. ഓക്കെ, സോ 72. ഇനി 6 വശങ്ങളുള്ളത്. 6 വശങ്ങളുള്ളത്. സോ 360 ഡിവൈഡ് ബൈ 6. 6 6 36 60. എത്ര കിട്ടി? 60 കിട്ടി. മനസ്സിലായല്ലോ? ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് സമപ്പ് ചെയ്യാം. ഞാൻ ഇതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആദ്യം പറയുന്നത്? വശങ്ങളുടെ എണ്ണമാണ്. വശങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ 3 4 5 6 എന്ന് പറയുന്ന വശങ്ങളാണുള്ളത്. പിന്നെ അകക്കോണുകളുടെ തുക കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് n-2 × 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. നമ്മൾ പഠിച്ചു. ഇനി പുറംകോണുകളുടെ തുക, എല്ലാത്തിന്റെയും പുറംകോണുകൾ 360 ആണ്. ഒരു അകക്കോണ് കാണുന്നുണ്ടെങ്കിൽ അകക്കോണുകളുടെ തുക ഡിവൈഡഡ് ബൈ നമ്പർ, എത്ര വശങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഒരു പുറംകോണിന്റെ അളവ് എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡുകൾ കേട്ടോ, വശങ്ങളുടെ എണ്ണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അടുത്ത പ്രോബ്ലം. Write the sequence of natural numbers which leave remainder 1 on division by 3 and the sequence of natural numbers which leave the remainder 2 on division by 3. ഓക്കെ, ചോദ്യം കേട്ടിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. ഓക്കെ, ചോദ്യം ഇതാണ്. 3 കൊണ്ട് ഹരിച്ചാൽ, അതായത് എന്തോ സംഖ്യനെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എണ്ണൽ സംഖ്യ എത്രയെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1 2 3. ഞാൻ എണ്ണാൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ എണ്ണും? 1 2 3 എന്നല്ല എണ്ണാം. സോ എണ്ണൽ സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1 നിന്നാണ്. സോ നമുക്ക് 1 മുതൽ നോക്കാം. 1 1 3 പോവോ? ഇല്ല, പോവില്ല. 0 പോയിന്റ്. ഓക്കെ, 10 ഇട്ടു. 10 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. എത്ര പോയി? 9 പോയി. ബാക്കി എത്ര? 1. ശിഷ്ടം കിട്ടിയില്ലേ? ഇതിനെയാണ് എന്ത് പറയുന്നത്? ശിഷ്ടം എന്ന് പറയുന്നത്. ശിഷ്ടം മനസ്സിലായല്ലോ? സോ 1 കൊണ്ട് എത്രയാണ്? 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്നു. 3 കൊണ്ട് ഹരിച്ചു 1 ശിഷ്ടം കിട്ടി. സോ ഇതിന്റെ ശ്രേണിയാണ് എഴുതാൻ പറയുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു പാറ്റേൺ പറയാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ചോദ്യം ഇതാണ്. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരണം. 3 കൊണ്ട് ഹരിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 3 × ഹരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ എഴുതുന്ന ഇവിടെ 3 × ഒരു 5 നമ്പർ എഴുതി വെച്ച ചുമ്മാ 3 × 4 ആയില്ല. 3 × ഓക്കെ, 3 × ഇനി ഇവിടെ കുഞ്ഞ് സ്പേസ് വിട്ടിട്ട് എത്ര ശിഷ്ടം കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്? 1 ശിഷ്ടം കിട്ടണം. സോ +1 എന്ന് എഴുതി വെക്കാം. ഇനി ഇവിടെ ഈ ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ, ആ ഫ്രീ ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ 0 മുതൽ നമ്പർ ഇട്ട് കൊടുക്കുക. 0 1 2 3 4 എന്ന് നമ്പർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ ചെയ്യാം.
3 ഇൻറ്റു 0 ഏത് സംഖ്യേനെയും 0 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെയാണ്. 0 പ്ലസ് 1 1. 3 ഇൻറ്റു 1 3. 3 പ്ലസ് 1 4. 3 ഇൻറ്റു 2 6. 6 പ്ലസ് 1 7. 3 ഇൻറ്റു 3 9. 9 പ്ലസ് 1 10. 3 ഇൻറ്റു 4 12. 12 പ്ലസ് 1 13. ഇതാണ് സീക്വൻസ്. സോ നമ്മുടെ സീക്വൻസ് എങ്ങനെ എഴുതണം? സീക്വൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതാം 1 4 7 10 13 ആൻഡ് എക്സെട്ര. ഇതിങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈസി ആണല്ലോ. ഓക്കെ, അപ്പൊ അതിന് തന്നെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുള്ള 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്നത്. നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാം. നോക്കിക്കേ, സെയിം പാറ്റേൺ. എന്താ ചേഞ്ച് ചെയ്യണം നോക്കിക്കേ. ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊന്ന് എഴുതാം. നോക്കിക്കോളൂ കേട്ടോ. 3 കൊണ്ട് ഹരിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 3 ഇൻറ്റു 5 സംഖ്യകൾ അതേപോലെ തന്നെ എഴുതി വെക്കാം. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു. ഓക്കെ, ശിഷ്ടം എത്ര കിട്ടുന്ന പറഞ്ഞിട്ടുള്ള പ്ലസ് 2 കിട്ടണം. പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. ഇനി എന്ത് ചെയ്യണം? ഈ സെന്ററിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 0 മുതൽ താഴത്തോട്ട് നമ്പർ ഇടാം. 0 1 2 3 4. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ചെയ്യാം. 3 ഇൻറ്റു 0 ഏത് സംഖ്യയും 0 കൊണ്ട് ഇൻറ്റു ചെയ്തത് 0 തന്നെയാണ്. 0 പ്ലസ് 2 2. അടുത്ത 3 ഇൻറ്റു 1 3 പ്ലസ് 2 5. ഓക്കെ, അടുത്തത് 3 ഇൻറ്റു 2 6. 6 പ്ലസ് 2 8. 3 ഇൻറ്റു 3 9. 9 പ്ലസ് 2 11. 3 ഇൻറ്റു 4 12. 12 പ്ലസ് 2 14. കിട്ടിയല്ലോ. ഇതാണ് ഉത്തരം. അപ്പൊ നമ്മൾ സീക്വൻസ് എങ്ങനെ എഴുതും? 2 5 8 11 14. ഇതാണ് സീക്വൻസ്, ശ്രേണി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഈ ഒരു പാറ്റേൺ എഴുതി കഴിഞ്ഞാൽ, ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്ത് സമയം കളയണ്ട. ഇതേപോലെ. അപ്പൊ ഞാൻ ഇതിനോട് നമ്മുടെ ഇപ്പോൾ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിലത്തെ ഇതല്ല, ഞാൻ സെപ്പറേറ്റ് പറയാം, എക്സാമിന് ചോദിക്കുന്നതാണ്. 5 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം. ഇനി ഇവിടെ ശിഷ്ടം 2 കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം മാറ്റിയാൽ മതി? ഈ സംഭവം മാത്രം മാറ്റിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ പ്ലസ് 2 കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? എല്ലാത്തിനും 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഞാൻ അതിന്റെ കൂടെ പറഞ്ഞത് മാത്രം. ഓക്കെ, യെസ്. അടുത്ത പ്രോബ്ലം. 1 6 അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലിപ്പക്രമത്തിൽ എഴുതുക. എണ്ണൽ സംഖ്യകൾ നമ്മൾ പറഞ്ഞു. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 ഇങ്ങനെ പോകുന്ന, തുടർന്നു കൊണ്ട് പോകുന്ന സംഖ്യകളെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, 1 അല്ലെങ്കിൽ 6 അവസാനിക്കണം. 1 അല്ലെങ്കിൽ 6 അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 അല്ലെങ്കിൽ 6 അവസാനിക്കുന്നത് 1 1 6 11 കണ്ടോ? 1 അവസാനിക്കുന്നത് 11. പിന്നെയോ 16. 1 6 അവസാനിക്കണം. പിന്നെ 1 അവസാനിക്കുന്ന ഏതാ? 21. 6 അവസാനിക്കുന്നത് 26. പിന്നെ 1 അവസാനിക്കുന്ന ഏതാ? 31. അടുത്തതോ 36. പിന്നെയോ 41. ഇതിങ്ങനെ പോകും. ഇത്രയൊന്നും എഴുതണ്ട, ഇങ്ങനെ തുടർന്ന് പോകും. ഓക്കെ, ഇപ്പോൾ വലിപ്പക്രമത്തിൽ എഴുതാൻ പറഞ്ഞു. 1 6 11 16 21 26 31 36 ഇങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, ഈ ശ്രേണിയെ 2 തരത്തിൽ വിവരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 തരത്തിൽ വിവരിക്കുക. ഇത് മുന്നേ നമ്മൾ ചെയ്തില്ലേ? കണ്ടോ? ഇത് നോക്കിക്കേ. 1 6 11 16 21 അത് തന്നെയല്ലേ ഇവിടെയുള്ളത്? കണ്ടോ? 1 6 11 16. അപ്പൊ ഇതിന്റെ ചോദ്യം എന്തായിരുന്നു? ഇതിന്റെ ചോദ്യം ഇതായിരുന്നു, 5 കൊണ്ട് ഹരിച്ചാൽ 5 കൊണ്ട് ഹരിച്ചാൽ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 അല്ലേ? ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി. സംഖ്യകളുടെ ശ്രേണി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ 2 രീതിയിൽ വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ രീതിയിൽ എങ്ങനെ പറയാൻ പറ്റും? ഒന്നാമത്തെ രീതിയിൽ പറയാൻ പറ്റും, 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ ഈ ചോദ്യം നോക്കിക്കേ. സീക്വൻസ് ഓഫ്, ഇങ്ങനെ എഴുതാം കേട്ടോ. The sequence of natural numbers which leave remainder 1 on division by 5. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞ് 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി എന്ന് പറയാം. എന്താ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. ഓക്കെ, ഒന്നാമത്തെ ഒരു ഇത് കിട്ടി. ഇനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെ നമുക്ക് അതിനെ വിവരിക്കാൻ പറ്റും? വേറൊരു രീതിയിൽ കൂടി ഈ സംഖ്യകളിനെ എന്ത് ചെയ്യണം?
വിവരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1, 6, 11, 16, 21 വേറെ രീതിയിൽ കൂടി വിവരിക്കണം. എങ്ങനെ വിവരിക്കാൻ പറ്റും? 5ന്റെ ഗുണിതങ്ങളിൽ നിന്ന് 4 കുറച്ചിട്ടുള്ള സംഖ്യ അല്ലെ. 5ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 5, 10, 15, 20, 25 ഇതാണല്ലോ 5ന്റെ ഗുണിതങ്ങൾ. അതിൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എഴുതാൻ പറ്റും. 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഇവിടെ? 16 4 പോയി കഴിഞ്ഞാൽ 20 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 16, 25 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 21. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ വിവരിക്കാൻ പറഞ്ഞു, അത് വിവരിച്ചു. എൻ്റെ അടുത്ത ചോദ്യം, ഓക്കെ, നമുക്കൊരു സെറ്റ് ഓഫ് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇതാണ് ഫിഗേഴ്സ് വരുന്നത്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫിഗേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിഗർ നോക്കാം. സിമ്പിളാണ്. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോന്നിലും ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോന്നിലും എത്ര ചുവന്ന ട്രയാങ്കിളുകൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 1, 2, 3. ഒന്നാമത്തേൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. സോ ഞാനൊരു ടേബിൾ വരച്ചിട്ട് എഴുതുന്നുണ്ട്. ഒന്നാമത്തേൽ 3 ചുവന്ന ത്രികോണങ്ങളുണ്ട്. രണ്ടാമത്തേലോ 1, 2, 3, 4, 5, 6, 7, 8, 9 9 ഉണ്ട്. ഓക്കെ, സോ ഞാൻ എഴുതി 9. അടുത്തതോ എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27 27 എണ്ണം ഉണ്ട്. 27. ഓക്കെ, അടുത്ത എത്രയും തന്നിട്ടില്ല, നമുക്ക് നോക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം തൊട്ടാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ എഴുതി എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടെന്ന് എഴുതി. അടുത്ത, ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദി ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. സിമ്പിൾ ആണ്. നമ്മൾ എല്ലാതും 1 എത്രയാന്ന് എഴുതാം കേട്ടോ. 1 ടോട്ടൽ ത്രികോണങ്ങൾ. 1 ടോട്ടൽ ത്രികോണങ്ങൾ. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഒന്ന് മായ്ക്കാം. 1 ടോട്ടൽ ത്രികോണങ്ങൾ എത്രയുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ടോട്ടൽ എത്രയുണ്ട്? 1 ടോട്ടൽ 1, 2, 3, 4 4 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 1/4. ഓക്കെ, അടുത്തതോ എല്ലാതും 1 ആണ് എഴുതേണ്ടത് കേട്ടോ. 1 ഇവിടെ ഉണ്ടെങ്കിൽ 1 അപ്പോൾ ഇല്ല, വേണ്ട, നമുക്ക് ലാസ്റ്റ് എഴുതാം. 1 ആണ് എഴുതേണ്ടത്. ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. അടുത്തിൽ നമുക്ക് എത്രയാണ് നോക്കണം. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് തുല്യ ത്രികോണങ്ങളല്ല, ഇവിടെ തുല്യ ത്രികോണങ്ങളാണ്, പക്ഷെ ഇവിടെ തുല്യമല്ല. അത് തുല്യമാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് വരച്ചിട്ട് ചെയ്യാം. ഓക്കെ, റെഡ് വരയ്ക്കാം. റെഡ്, യെസ്, ഇവിടെ വരച്ചു. പിന്നെ ഇവിടെ വരച്ചു. അവിടെ വരയ്ക്കാനില്ല, ഇത് വരച്ചു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇപ്പോൾ തുല്യമായല്ലോ. നമുക്കൊണ്ട് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 16 എണ്ണം ഉണ്ട്. ഓക്കെ, സോ 1/16. അടുത്തതും പല സൈസിലുള്ളതാണ് എടുക്കുന്നത്. പല സൈസ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എല്ലാം കൂടി ഒന്നാക്കണം. അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്യാം കേട്ടോ. ടോട്ടൽ നമുക്ക് 1 ഇതിൽ എത്ര പീസ് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് വരച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വരയ്ക്കാനായിട്ട് നമുക്ക് ഓക്കെ ഫുള്ള് വരയ്ക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. ഫാസ്റ്റായിട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇതിൽ വരച്ചു, പിന്നെ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് വരച്ചു. എല്ലാം തുല്യമാക്കണം. തുല്യമായിട്ടില്ല. ഇപ്പോൾ തുല്യമായല്ലോ. ഇവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ, തുല്യമാണല്ലോ. എല്ലാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64 എണ്ണുണ്ട് ടോട്ടൽ. ഓക്കെ, സോ നമ്മൾ എന്ത് എഴുതും ഇവിടെ? ഇവിടെ നമ്മൾ എഴുതേണ്ടത് 1/64. 1/64 സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത്, അടുത്ത ചോദ്യം എന്തുട്ടാ? അടുത്ത ചോദ്യം അപ്പോൾ അത് കിട്ടി. റൈറ്റ് ദ വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ടോട്ടൽ ഏരിയ കാണാനായിട്ട് യൂസ് ചെയ്യാണ്. ടോട്ടൽ ഏരിയ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 3 ഉണ്ടല്ലോ, 3 ഡിവൈഡഡ് ബൈ ഈ 4, 9 ഉണ്ടല്ലോ ഡിവൈഡഡ് ബൈ ഈ 16, 9/16, 27 ഉണ്ടല്ലോ ബൈ 64,
മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഇതിന്റെ ബാക്കി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബാക്കി ടോട്ടൽ ഒരു 5 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ്. ഓക്കെ. ഇതിനെല്ലാം അപ്പുറത്തെ ഭാഗം കൂടി എഴുതണം. ഓക്കെ. സോ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ 3 എന്ന് പറയുന്നത് 3⁻1 ആ. ഓക്കെ. ഇതോ 3⁻2 ആ. ഇതെന്ന് പറയുന്നത് 3⁻3 ആ. ഓക്കെ. സോ ഇതെന്തായിരിക്കും? 3⁻4 ആയിരിക്കും. ഇതെന്തായിരിക്കും? 3⁻5 ആയിരിക്കും. ഓക്കെ. അതായത് 3 3 × 3 9, 3 × 3 × 3 27. സോ നെക്സ്റ്റ് 27 × 3 = 3 7 21 21 ഒന്ന് ബാക്കി 2 ഒരു 3 3 6 6 2 8. സോ വിൽ ബി 81. ഇവിടെ എന്ത് കിട്ടും? 81 കിട്ടും. അടുത്തതിലോ 81 × 3 ഒരു 3 3 ഒരു 8 8 2 16 24 243. അടുത്തതിലോ 4 4 × 4 ഇവിടെ എന്ത് ചെയ്താൽ മതി? 64 × 4 = ഒരു 4 4 16 4 4 16 6 ബാക്കി 1 6 4 24 24 1 25 256 256 256 × 4 6 4 24 24 4 ബാക്കി 2 4 5 20 22 22 22 2 8 10 1024. ഇൻഡു ഒക്കെ നിങ്ങൾ പതിയെ ചെയ്ത് നോക്കണം കേട്ടോ. 1024. ഓക്കെ. ഇനി താഴെ എന്ത് ചെയ്താൽ മതി? 81 / 256 243 / 1024. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ 5 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി നോക്കുക. സോ ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കാം. നിങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വന്നു നമുക്ക് ബാക്കി അടുത്ത പോർഷൻസ് കൂടി നോക്കാം. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.